തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തിരുത്തലിന് തുടക്കമിടാൻ CPM ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം പങ്കെടുക്കും. കണ്ണൂരിൽ ഉണ്ടായത് വലിയ വീഴ്ചയാണെന്ന് വിമർശനം. പറ്റിയ തെറ്റുകൾ MV ഗോവിന്ദൻ സമ്മതിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും വീഴ്ച പറ്റി. വെള്ളാപ്പള്ളിക്കെതിരെ കടുത്ത വിമർശനം വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാക്കാൻ CPM തീരുമാനം. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് വേണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? CPM തീരുമാനിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ എന്താ തീരുമാനമെടുക്കുന്നത്? ആ വർഗീയ വിഷജന്തുവിനെ കുറിച്ച് പിണറായി വിജയന്റെ അഭിപ്രായം എന്താണ്? പിണറായി വിജയൻ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുന്നത്? അയാൾ സരസ്വതി വിളയുന്ന നാവാണ് വെള്ളാപ്പള്ളി നടേശൻ്റെത് എന്ന്. ഏത് പുഴുത്ത് പുഴുവരിച്ച് ചീഞ്ഞു നാറുന്ന ആ നാവിനെ കുറിച്ച് വിജയൻ പറയുന്നത് സരസ്വതി വിളയുന്ന നാവാണ് എന്ന്. ഇത് ഏതുപോലെയാണെന്നറിയാമോ? വിജയൻ രാവിലെ തൂറിയിട്ട് തീട്ടമിങ്ങനെ നീട്ടും, അടിമകളോട് പറയും ഇത് നല്ല മട്ടൻ ബിരിയാണിയാണ്. അതുപോലെയായിപ്പോയി വെള്ളാപ്പള്ളി നടേശൻ്റെ പുഴുത്ത് പുഴുവരിച്ച് ചീഞ്ഞു നാറുന്ന നാവിനെ കുറിച്ച് പിണറായി വിജയൻ അത് സരസ്വതി വിളയുന്ന നാവാണെന്ന് പറഞ്ഞത്. സഖാക്കൾ തെറ്റ് തിരുത്താൻ പോവുക. എന്തിനാണോ നിങ്ങൾ തിരുത്തുന്നത്? എന്തിനാണ് നിങ്ങൾ തിരുത്തുന്നത്? ജനം അടിച്ച് മൂലക്കിരുത്തിയപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ തിരുത്തണമെങ്കിൽ എവിടെ നിന്ന് ആരംഭിക്കണമെന്നറിയാമോ സഖാക്കൾക്ക്? തിരുത്തലാണ് ലക്ഷ്യമെങ്കിൽ, അതല്ല ഇനിയും കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തിരുത്തൽ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ ആദ്യം പിടിച്ച് മൂലക്കിരുത്തണം. എവിടെ ഇരുത്തണം? ആ പിണറായിയിലെ വീട്ടുണ്ടല്ലോ, ആ വീട്ടിൽ ഒരു ചങ്ങലക്കിട്ട് അവിടെ ഇരുത്തണം. കോവിന്ദനെ പറ്റുമെങ്കിൽ മകൻ്റെ അടുത്തേക്ക് ലണ്ടനിലേക്ക് പറഞ്ഞു വിടണം. ആ മനുഷ്യൻ പിന്നെ കേരളത്തിൽ കാണാൻ പാടില്ല. എന്നിട്ട് കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട്, ഇവറ്റകളെയും പിടിച്ചിട്ട് വല്ല ഊളംപാറക്കോ വല്ല കുതിരവട്ടത്തോ എവിടെയെങ്കിലും കൊണ്ടു ചെന്നാക്കണം. എന്നിട്ട് നിങ്ങൾ പറ ഞങ്ങൾ തിരുത്തൽ ആരംഭിക്കുകയാണ് എന്ന്. അപ്പം ജനങ്ങൾക്ക് തോന്നും ശരിയാണ്, ഇവർ പറയുന്നത് ശരിയാണ്, അവർ തിരുത്തൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്കൊന്ന് തോന്നുകയെങ്കിലും വേണ്ടേ? ഇതിപ്പോൾ എന്താ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ കൃമികീടങ്ങൾ സൈബർ ഇടങ്ങളിൽ നിരങ്ങി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ പേരിൽ ഒരു എന്താ പറയേണ്ടത് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പച്ച നുണകൾ പടച്ചു വിടുന്നില്ലേ? ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ പേരിൽ, മനോരമ ന്യൂസിൻ്റെ പേരിൽ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പേരിൽ ഒക്കെ കാർഡുകൾ ഉണ്ടാക്കി വിടുന്നില്ലേ? നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ കാർഡുകളാക്കി വിടുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഇപ്പം നിങ്ങൾ ഈ തിരുത്തൽ എന്ന് പറയുമ്പോഴും. കാരണം ആ തിരുത്തൽ അത് ലക്ഷ്യമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ എന്നല്ല ഞാൻ പറയുന്നത്. അത് ജനങ്ങൾക്ക് നിങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം ഈ പറയുന്ന പണിയെടുക്കണം. പിണറായി വിജയനോട് പറയാ, ആ രാജി ഇങ്ങോട്ട് എഴുതി വാങ്ങിയിട്ട് വീട്ടിലിരിക്കെന്ന് പറയാ. കോവിന്ദനെ കേരളത്തിൽ നിന്ന് തന്നെ നാട് കടത്തണം. എന്നിട്ട് നിങ്ങൾ ഈ പണി പറഞ്ഞാൽ കേരളത്തിലെ ജനം വിശ്വസിക്കും. മനസ്സിലായില്ലേ? അതല്ല പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഈ പറയുന്ന പിണറായി വിജയൻ ഇരിക്കുക, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കസേരയിൽ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കസേരയിലും ഇരുന്നു കൊണ്ട് ഇനിയും പറയാണ് ഞങ്ങൾ തിരുത്തലാണ് എന്ന്. ജനം അംഗീകരിക്കില്ല. ജനം അംഗീകരിച്ചത് തിരുത്തലിനെ ജനം അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണം വേണം നിങ്ങൾക്ക് സഖാക്കളെ? അതിനുള്ള 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പാർട്ടി കോട്ടയിൽ നിങ്ങളുടെ കേഡർ പ്രവർത്തകരുടെ വോട്ടടക്കം ലഭിച്ച നല്ല കറകളഞ്ഞ സഖാക്കളുണ്ട്. ആരൊക്കെയാണെന്നറിയോ? പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണ സഖാവ് ഇന്നും സഖാവാണ്. പക്ഷേ അയാൾ പാർട്ടിയെ തിരുത്തിയ സഖാവാണ്. തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ TK ഗോവിന്ദൻ മാഷയും അയാളുടെ ഭാര്യയെയും നിങ്ങൾ കൂകി വിളിച്ചു തോർക്കുന്നില്ലേ? പിണറായി വിജയൻ്റെ അടിമകൾ, ഗോവിന്ദൻ്റെ കൃമികീടങ്ങൾ. എന്നിട്ട് എന്തുണ്ടായി?
മെയ് 4 റിസൾട്ട് വന്നപ്പോൾ ആ കൂകിയവർ വോട്ട് ചെയ്ത ഗോവിന്ദൻ്റെ ഭാര്യ 8 നിലയിൽ പൊട്ടിയില്ലേ? തളിപ്പറമ്പ് പറയുന്ന നിങ്ങളുടെ കോട്ടയിൽ. അതാണ് തിരുത്തല്. ജനം നൽകുന്ന അംഗീകാരം ആ തിരുത്തലിനാ. അവിടെ നിങ്ങൾ ഈ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലും ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയുടെ കസേരയിലും ഇരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ തിരുത്താൻ പോവുകയാണെന്ന് പറഞ്ഞ ജനം വിഡ്ഢികളല്ല. അവർ തീട്ടമല്ല തിന്നുന്നത്, നല്ല അരിയാഹാരമാണ് കഴിക്കുന്നത് എന്നുള്ള ബോധ്യം സഖാക്കൾക്കുണ്ടായാൽ നല്ലത്. പക്ഷെ നിങ്ങൾ ഇതൊന്നും മാറ്റണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ തുടരണം. ഒരു കുഴപ്പമില്ല, ആരും തോറ്റിട്ടില്ല. പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. റിയാസ് ഇപ്പോഴും മന്ത്രി തന്നെയാണ്. വീണയും കമലയിടത്തിയും ക്ലിഫ് ഹൗസിലാണ് ഇപ്പോഴും താമസം എന്നൊക്കെ അങ്ങനെ തന്നെ വിശ്വസിച്ച് അങ്ങനെ അങ്ങ് പോകണം. ഇതന്നെ തുടർന്നു കൊണ്ടിരിക്കണം. എന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളറിയോ? അങ്ങനെ ചെയ്താലാണ് ഇവിടെ UDFകാർക്ക് വലിയ ഈസിയാണ്, കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. കാരണം എന്താ, നിങ്ങളെപ്പോലത്തെ കുറേ ഉണ്ണാക്കന്മാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ എന്തിനാണോ പണിയെടുക്കുന്നത്? കൈ നനയാതെ മീൻ പിടിക്കാലോ. അപ്പം നിങ്ങൾ ഇത് തന്നെ തുടരണം. അല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ ഉപദേശം തരുന്നില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം മായച്ചുകളാ കേട്ടോ. ഇനി ഐഡിയ കിട്ടിയിട്ട് ഇനി അതിൻ്റെ പകുതി പോകാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? എല്ലാം ഡിലീറ്റ് ആയിക്കോ, ഇപ്പം തന്നെ ഡിലീറ്റ് ആയിക്കോ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് കലിപ്പാ. കാരണം എന്താ, ചങ്ങാതിയുടെ ഒരു മുഖഭാവമുണ്ട്, എല്ലാത്തിനോടും പുച്ഛം. ജനം കൊടുത്തതോ തിരിച്ച് അതിനേക്കാൾ വലിയ പുച്ഛം. ഈ ജനമാണ് എല്ലാം എന്നുള്ളത് മനസ്സിലാക്കാതെ തൊട്ടതിനും തോന്നിയതിനും കണ്ടതിനും പിടിച്ചതിനും ഒക്കെ എന്ത് കണ്ടാലും പുച്ഛം, ധാർഷ്ട്യം, അഹങ്കാരം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ശരിക്കും സഖാക്കളുടെ സ്വഭാവം മനസ്സിലാവുന്നത് എവിടെയാ? സംഭവം നമ്മളെ നേരിട്ടൊക്കെ കണ്ടാൽ വലിയ കളിയും ചിരിയും കൈ കൊടുക്കലും കെട്ടിപ്പിടുത്തും ഒക്കെ ഇരിക്കും. പക്ഷെ യഥാർത്ഥം അറിയണമെങ്കിൽ അത് ഒരു അഭിനയാ. മനസ്സിലായില്ലേ? ഇപ്പം മമ്മൂട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മമ്മൂട്ടി ചില സമയത്ത് പെണ്ണുപിടിയനായിട്ട് അഭിനയിക്കും, ചില സമയത്ത് കള്ളനായിട്ട് അഭിനയിക്കും, ചില സമയത്ത് കുടിയനായിട്ട് അഭിനയിക്കും, ചിലപ്പോൾ പ്രാന്തനായിട്ട് അഭിനയിക്കും. അങ്ങനെ പല രീതിയിൽ അഭിനയിക്കും. എന്നാൽ അയാൾ അങ്ങനെയാണോ? അല്ല, അതയാൾ അഭിനയമാണ്. അതുപോലെയാണ് ജനങ്ങളെ കാണുമ്പോൾ സഖാക്കളൊക്കെ അഭിനയ. എന്നാൽ ഇവരുടെ യഥാർത്ഥ മുഖം എവിടെ കാണുന്നത്? ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇവരുടെ യഥാർത്ഥ മുഖം കാണാൻ പറ്റും. എന്താണ് ഗോവിന്ദൻ്റെ റിയൽ ഫേസ് എന്താണ് എന്നുള്ളത് വാർത്താ സമ്മേളനം. അപ്പം എന്താ കാണുന്നത്? പരമപുച്ഛം, എല്ലാത്തിനോടും പുച്ഛം, ധാർഷ്ട്യവും അഹങ്കാരവും. ആകെ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാ. എന്നാ വിചാരം എന്താ? ഡൊണാൾഡ് ട്രംപ് ഇരിക്കുന്ന കസേരയിലായിരിക്കുന്നതെന്ന് ഇയാളുടെ വിചാരം. എല്ലാത്തിനോടും പരമപുച്ഛ ചങ്ങാതിക്കുന്നേ. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള വല്ല ബോധ്യം വേണ്ടേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തളിപ്പറമ്പ് എന്നൊക്കെ പറയുന്ന മണ്ഡലം ഏതാ? നല്ല ഒന്നാം തരം പൊന്നാവരം കോട്ടെന്ന് സഖാക്കൾക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന പൊന്നാവരം കോട്ടയിൽ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ച് 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കുന്നതിന് മുമ്പ് സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ TK ഗോവിന്ദൻ മാഷിന് നല്ല ഒന്നാം തരം സഖാക്കളടക്കം അവിടെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നല്ല സഖാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാം പാർട്ടിയാണ്, പാർട്ടിക്ക് മാത്രമാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അങ്ങനത്തെ പാർട്ടി സഖാക്കളടക്കം TK ഗോവിന്ദൻ മാഷിന് വോട്ട് ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാ? TK ഗോവിന്ദൻ മാഷ് കറകളഞ്ഞ സഖാവായതുകൊണ്ട്. ഗോവിന്ദൻ ഭാര്യയ്ക്ക് വേണ്ടി പാർട്ടിയെ വഞ്ചിച്ചവനായതുകൊണ്ട്. അതുകൊണ്ട് ഭാര്യയെ 8 നിലയിൽ പൂട്ടി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആന്തൂർ സാജന്റെ മരണമടക്കം റീഓപ്പൺ ചെയ്യാൻ പോകുക. അതിൽ കുടുങ്ങാൻ പോകുന്ന ആരാന്നറിയോ? നമ്പർ 1 ഈ പറയുന്ന PK ശ്യാമള എന്ന് പറയുന്ന MV ഗോവിന്ദന്റെ ഭാര്യ. സാജനെ കൊലക്ക് കൊടുത്തിട്ട് സാജന്റെ ഭാര്യയെ വേശ്യയാക്കി ചിത്രീകരിച്ചത് ഈ PK ശ്യാമള. മനസ്സിലായില്ലേ? അതടക്കം റീഓപ്പൺ ചെയ്യാൻ പോവുക. ഇപ്പൊ വടകരയിലെ അവസ്ഥ എന്താ? വടകരയിലെ റിബേഷ് DYFIയുടെ
നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. എന്താ കാരണം? കാരണം മറ്റൊന്നുമില്ല, റിബേഷിന് ഒരു അറസ്റ്റ് മണക്കുന്നുണ്ട്. കാരണം പച്ച വർഗീയത പടച്ചു വിട്ടത് വടകരയുടെ മണ്ണില് ഈ സഖാക്കൾ തന്നെയാ. എന്നിട്ട് സഖാക്കൾ പറയാ ഞങ്ങള് വർഗീയതക്കെതിരെ പോരാടും. 2024 ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ KK ശൈലജ എന്ന് പറയുന്ന ഫ്രോഡിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ച വർഗീയതയുമായിട്ട് ഇറങ്ങിയത് ഈ സഖാക്കളാ. അത് 2026 പേരാമ്പ്രയില് ഫാത്തിമ തഹ്ലിയ വന്നപ്പോ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന LDFന്റെ കൺവീനർ 8 നിലയിൽ പൊട്ടുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് മനസ്സിലാക്കിയ സഖാക്കള് അവിടെയും വർഗീയത വിളമ്പി. എന്നിട്ട് പറയാണ് ഞങ്ങള് വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി പോരാടും. നിങ്ങൾ കോമഡി പറയല്ലേ സഖാക്കളെ, നിങ്ങൾ കോമഡി പറയല്ലേ? മലപ്പുറത്ത് നിന്ന് വിജയിച്ച് കയറുന്നവരുടെ പേര് നോക്കിയാൽ മതി എന്ന് സജി ചെറിയാൻ പറയുമ്പോൾ നിങ്ങളുടെ നേതാവ് രാജാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അറിയാത്ത ഭാഷയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അറിയാത്ത ഭാഷയിൽ ആരെങ്കിലും എഴുതി കൊടുത്താൽ പോലും നോക്കി വായിക്കാൻ കഴിയാത്ത അറിയാത്ത ഭാഷയിൽ അങ്ങ് ദേശീയ മാധ്യമത്തിൽ പോയിട്ട് ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ ഈ പൊട്ടന് ഇതെങ്ങനെയാണോ ഈ ചങ്ങാതി ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ കൊടുക്കണേ? അന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് എന്താ മലപ്പുറത്തിനെതിരെ? നിങ്ങൾ എന്നിട്ട് പറയാ ഞങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ പോരാടും, നിങ്ങൾ മൂഞ്ചും. അതിന് മാത്രമൊക്കെ നിങ്ങൾ എവിടുന്നടോ? നിങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ എന്തെങ്കിലും കമാ എന്നൊന്ന് മിണ്ടി നോക്ക്. നിങ്ങൾ തീർന്നു നിന്നാലേ സാക്ഷാൽ പിണറായി വിജയനടക്കം 1 2 3 4 4 3 2 1 തിരിച്ചും മറിച്ചു എണ്ണേണ്ടി വരും. മനസ്സിലായില്ലേ? വെള്ളാപ്പള്ളിക്കെതിരെ ചെറുവിരൽ അനക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ചെറുവിരൽ അനക്കണ്ടടോ. വെള്ളാപ്പള്ളിക്കെതിരെ ഈ നാവളക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ആ നാവ് പൊന്തിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? പൊന്തിച്ചാൽ തീർന്ന് നിങ്ങൾ. മനസ്സിലായില്ലേ? നിങ്ങളുടെ രാജാവടക്കം 8 നിലയിൽ പൊട്ടും. എന്നിട്ടല്ലേ നിങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ? നിങ്ങളെ കൊണ്ടാവില്ലടോ അതിന്. കാരണം എന്താണെന്നറിയോ? അതിന് കഴിയാത്ത വണ്ണം ഈ പാർട്ടിയെ പിണറായി വിജയൻ എന്ന് പറയുന്ന തമ്പ്രാൻ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.